ലോകത്ത് തന്നെ ഇതുപോലത്തെ ഒരു പള്ളി വേറെ കാണാനിടയില്ല. ഇന്ത്യൻ നേവിക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞുകൊടുത്തൊരു ദേവാലയമാണിത്. വെണ്ടുരുത്തി സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ചർച്ച്. വരാപ്പുഴ അതിരൂപതയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ദേവാലയമാണ് വെണ്ടുരുത്തി പള്ളി. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഇടവകയും ഇത് തന്നെയാണ്. 1341 വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വൻ നഷ്ടങ്ങളുണ്ടായി. അതിനുശേഷമാണ് കൊച്ചിയിലേക്ക് ധാരാളമായിട്ട് കച്ചവടക്കാർ എത്തിത്തുടങ്ങിയത്. 1599 ഈ പള്ളി പോർച്ചുഗീസ് മാതൃകയിൽ പുനർനിർമ്മിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധക്കപ്പലുകളുടെ കേന്ദ്രമായിരുന്ന വെണ്ടുരുത്തി പിന്നീട് ദക്ഷിണേന്ത്യയുടെ നാവിക കേന്ദ്രമായി മാറുകയായിരുന്നു. എന്നാൽ 1942 സർക്കാർ ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ ആരംഭിച്ചു. ഈ പള്ളിയും പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സർക്കാർ ഏറ്റെടുത്തു. ഏകദേശം 500ഓളം കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് പോവേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരു പള്ളി ലോകത്ത് വേറെ കാണില്ല. കാരണം ഈ പള്ളിയുടെ 4 വശങ്ങളിലേക്ക് നോക്കിയാലും ഇന്ത്യൻ നേവിയുടെ ഓഫീസുകളും മറ്റുമാണ്. ഈ പള്ളി ഇരിക്കുന്നത് ഡിഫൻസിൻ്റെ ഏരിയയിലാണെങ്കിൽ കൂടി സാധാരണക്കാർക്കൊക്കെ ഇവിടെ വരാൻ സാധിക്കും. പക്ഷേ പൊതുവേ നമ്മൾ പുറത്ത് കാണുന്ന പള്ളികളെ അപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ കുറവാണ്. ഒന്നാമത്തെ കാര്യം, ഈ പള്ളി റോഡ് സൈഡിലല്ല സ്ഥിതി ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു ഡിഫൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഒത്തിരി പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണിതെങ്കിലും ഇതിൻ്റെ അകത്തായി പോയതുകൊണ്ട് മാത്രമാണ് ഈ പള്ളീനെ പറ്റി അധികം ആർക്കും അറിയാത്തത്. അപ്പോൾ ഇതുവരെ ഈ പള്ളിയിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.